ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടുഡേയ്സ് വീഡിയോ. അപ്പോൾ ഈ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ UK പീക്ക് ഡിസ്ട്രിക്റ്റിലാണ് പോകുന്നത്. ഇന്ന് എൻ്റെ അപ്പയും അമ്മയാണ് ഉള്ളത്. സ്റ്റോക്ക്പോർട്ട് ടൗൺ. ഇവിടെ നമ്മൾ വലത്തോട്ട് പോയാൽ മറ്റേ ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ട്, അങ്ങോട്ട് പോവാം. അപ്പോൾ ടൗണിൽ ചെറിയ ബ്ലോക്ക് ഉണ്ട് കേട്ടോ. ഇതേ കാണാമോ, റെയിൽവേ ആട്ടോ, റെയിൽവേ പാലമുണ്ട്, ബ്രിഡ്ജ്. ഇവിടെ കൂടെ സിഗ്നൽ ആയ കാരണം എപ്പോഴും നമ്മൾ സേഫ് ട്രാവൽ ആയിരിക്കും. ബ്ലോക്ക് ഉണ്ടായാൽ കൂടിയും നമുക്ക് ആക്സിഡന്റ് അങ്ങനെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. നല്ല ബിസി ആയ ടൗൺ ആണല്ലേ. അത് ഇപ്പോഴത്തെ സമയം, ആൾക്കാർ ജോലിക്ക് പോണ സമയല്ലേ. സ്കൂൾ ഹോളിഡേ ആയതുകൊണ്ട് കുറച്ചോളം കുറവുണ്ട്, അല്ലെങ്കിൽ ഇതിലും കൂടുതൽ തിരക്കുണ്ടാവും. ഇതാണ് അവിടുത്തെ ബസ്, ബസ് ഇറങ്ങുന്നു. അത് പെഡസ്ട്രിയൻ ക്രോസിംഗ്. ഇവിടെ നമുക്കുള്ളത് ഡബിൾ ഡെക്ക് ബസ്സാണ്. ബസ്സിൽ കയറുമ്പോൾ നാട്ടിലെ പോലെ നമുക്ക് എല്ലാ സമയത്തും നമുക്ക് പൈസ കൊടുക്കേണ്ടതില്ല. നമ്മൾക്കത് ഒരു ദിവസം ഡേ റൈഡർ ആയിട്ട് എടുക്കാം. ഒരു ദിവസം ഫുൾ നമ്മൾ ഒരു പ്രാവശ്യം ടിക്കറ്റ് എടുത്താൽ എത്ര ടൈമിൽ വേണമെങ്കിലും നമുക്ക് ബസ്സിൽ കയറി യാത്ര ചെയ്യാം. അതുപോലെ തന്നെ സിംഗിൾ ടിക്കറ്റ് എടുക്കണമെങ്കിൽ നമുക്ക് വിതിൻ 1 അവറിനുള്ളിൽ എത്ര ടൈമിലും വേണമെങ്കിൽ ബസ്സിൽ കയറാൻ, നമുക്ക് വീണ്ടും പേ ചെയ്യേണ്ടതില്ല. പിന്നെ നമുക്ക് ഗ്രൂപ്പായിട്ട് പോവുകയാണെങ്കിൽ, ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിൽ ഫാമിലി റൈഡർ നമുക്കത് പോസിബിളാണ്. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ കാര്യത്തിൽ നമുക്ക് നല്ല ഒരു ഇതാണ് നാട്ടിൽ തന്നെ അപേക്ഷിച്ച്. ഇവിടുത്തെ ബസ് നമ്മൾ കൈ കാണിച്ച് നിർത്തില്ല. ഇവിടുത്തെ ബസ് ഇവിടെ ബസ് സ്റ്റോപ്പിൽ മാത്രമാണ് നിർത്തുള്ളൂ. അത് ശരിയാ. നാട്ടിൽ നമ്മൾ എവിടെ വെച്ച് കൈ കാണിച്ചാലും അവർ നിർത്തും. ഇവിടെ എവിടെയാണോ ബസ് സ്റ്റോപ്പ് അവിടെ മാത്രമാണ് ബസ് നിർത്തുകയുള്ളൂ. അല്ലെങ്കിൽ നാട്ടിലെ എവിടെ വേണമെങ്കിലും നമുക്ക് ഏത് വഴി പോകുമ്പോഴും വേണമെങ്കിലും കൈ കാണിക്കാൻ പറ്റും. അവർ നമ്മൾ ഓർഡർ കണ്ടാണെങ്കിൽ നിർത്തും. ഇവിടെയാണെങ്കിൽ ഓർഡറിലൊന്നും നടപടിയില്ല. നമ്മൾ ഓടി ചെന്നാലും ബസ് ഡോറ് ക്ലോസ് ആയാൽ പിന്നെ അവർ ഓപ്പൺ ചെയ്യുക ഇല്ല. നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്യണം അടുത്ത ബസ്സിന് വേണ്ടിയിട്ട്. പക്ഷെ നമുക്കിങ്ങനെ ബസ് പുറകെ വന്നുകൊണ്ടിരിക്കും. അത് കാരണമായിരിക്കും അത്രയും ബസ്സിൽ അങ്ങനെ അവർ സെറ്റ് ചെയ്തേക്കണേ.
പഴയ ചർച്ച് കണ്ടോ? നമ്മുടെ ഇവിടുത്തെ ചർച്ചിനൊക്കെ പ്രത്യേകത ഉണ്ട് അല്ലേ ഡേ? പഴയ രീതിയിൽ അന്ന് പണിത പുതിയതായിട്ടൊന്നും ചർച്ചകൾ UK പണിയണില്ലല്ലോ. പഴയ കാലത്ത് പണിത ചർച്ചകളല്ലേ ഉള്ളൂ. നമ്മൾ പീക്ക് ഡിസ്ട്രിക്റ്റിന്റെ ഏരിയയിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറേ ദൂരം ഇങ്ങനെ നല്ല കാഴ്ചകളായിരിക്കും, നല്ല അടിപൊളി സീനറികളായിട്ട് ഇങ്ങനെയാണ് പോകുന്നത്. അതൊക്കെ പഴയ വീടുകളല്ലേ. ആ പോസ്റ്റിലേക്കൂടെയൊക്കെ എന്തോരം പൂക്കളം നോക്കിയിട്ട് നല്ല രസമുണ്ടല്ലേ കാണാൻ. നോക്ക് തന്നെ എന്ത് രസമാടിയോ കാണാൻ. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ്. നാട്ടിലെ പൂക്കൾ പോലെ ഉണ്ട്. Guys, മലയാളം കണ്ടുപിടിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കുറേ മലകൾ. ചെറിയൊരു കയറ്റാണ്, പക്ഷെ നമുക്ക് കയറ്റാൻ അറിയില്ല. കയറ്റുണ്ടെന്ന് തോന്നുന്നില്ല, അതേപോലെ റോഡ്. നമുക്ക് തോന്നുന്നു നിരപ്പാന്ന് തോന്നും, പക്ഷെ ചെറിയ മൈൽഡ് കയറ്റായിട്ട് ഇങ്ങനെ എടുക്കും. ഇനി ഒരു 100 വർഷം കഴിഞ്ഞാൽ പെയിന്റ് അടിച്ചിട്ടായി. നല്ല തണുപ്പായിരിക്കും അല്ലേ? സ്റ്റോൺ വെച്ച് പണിതേക്കണായിരുന്നു. ആ, അത് കാലാവസ്ഥ രണ്ടും ഇത് ചൂടിനെ തണുപ്പിനെ ഒരേപോലെ നമ്മള് സിറ്റി സെന്ററിൽ കടന്ന് മൊത്തം ബിൽഡിംഗ് കണ്ടിട്ട് ഇത് ഇവിടെ വരുമ്പോ നല്ല രസമാണ്. നമ്മുടെ നാട്ടിലെത്തിയ പോലെ നമുക്ക് തോന്നും. ചുറ്റും റോഡും കുറച്ച് മരങ്ങളും വീടുകളും ഒക്കെ നല്ല രസമല്ലേ കാണാൻ. നല്ല ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയും ഇവിടെ. അതിപ്പോ യൂറോപ്യൻ രാജ്യത്ത് എല്ലാ സ്ഥലത്തും ശരിയാട്ടോ, അവര് എല്ലാം നല്ല അവിടെ ഒരു ഹോഴ്സ് ഉണ്ട് ഗൈസ്. ആ ഷീപ്പും ഉണ്ടല്ലോ. ഇഷ്ടംപോലെ ഇഷ്ടംപോലെ. ഇതൊക്കെ ഫാം ഏരിയ ആണെന്ന് തോന്നുന്നു അല്ലേ? അല്ല എത്രയും ഷീപ്പും അത് ഇതും എല്ലാം ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടാവും.
ഷീപ്പാണ് Hey guys, ആ മല അതെ അവിടെ സ്കൈയിൽ ഇങ്ങനെ തൊട്ടിരിക്കും പോലെയാണ് നമ്മൾ അടുത്തേക്ക് എത്തുമ്പോഴും നല്ല ഫോഗ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ശരിയാ, നമുക്ക് ഫോഗ് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. വീഡിയോയില് അടുത്തൊക്കെ ആയിട്ട് നന്നായിട്ട് ഫോഗ് ഉണ്ട് guys. വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ആണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല, അതെ അതെ. പക്ഷെ അത് ഫോഗാണ് ഗൈസ്. എന്നാ കോട കണ്ടോടി, അത് മൂവ് ചെയ്യണുണ്ടോ? So guys, we are finally here in the Vinats Pass. This is a must-visiting place in the UK. It's such beautiful and adorable place that everybody can visit. The history of Vinats Pass is that it used to be an ocean long time ago.
നല്ല രസമുണ്ടല്ലേ നല്ല പാറകളുടെ ഇടയിൽ. വലിയ വ്യൂ അല്ലേ? ഞാൻ പറഞ്ഞത് തിരിച്ചില്ല കയറി നല്ല അടിപൊളി. മസ്റ്റ് ട്രൈ ആണ്. നല്ല നാച്ചുറൽ ബ്യൂട്ടി. ഇത് പണ്ട് വലിയ അറ്റ്ലാന്റിക് കടലായിരുന്നു. ഇപ്പൊ വെള്ളമൊക്കെ പറ്റി. ഗുഹ. Guys, we finally reached the Peak District National Park.
So guys, we looked here in some historical places and we went on Speedwell Cavern. If you want to watch the full video of my Speedwell Cavern, then it's in my YouTube channel that I uploaded. We went on a tiny museum and that's all we did in this video. I hope you like this video. If you like this video, make sure you like, comment, share, and don't forget to subscribe. Bye. So continued അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും bye bye.